ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ എന്താ പറയുക, രാവിലത്തെ ഒരു ഫുഡ് പ്രിപ്പയറിങ്, ഉച്ചയ്ക്കുള്ള ഫുഡ് പ്രിപ്പയറിങ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നടക്കണ ഒരു സാധാരണ ദിവസം നടക്കണ കാര്യങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറേ അപാകതകളെല്ലാം ഉണ്ട്, അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ തന്നെ സാധാരണ എല്ലാ വീടുകളിലും എപ്പോഴും ഉണ്ടാവുക, കാരണം എളുപ്പപ്പണികൾ അതൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടെ അത് തന്നെയായിരുന്നു. രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കി, സാമ്പാർ വെച്ചു, ആ പണികൾ അവിടെ തീർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പ് തീ കത്തിച്ചു, വെള്ളം വെച്ചിട്ടുണ്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറിന് അരി ഇട്ട് കഴിഞ്ഞാൽ അതും അവിടെ ആയിക്കോളൂല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലാഗ് ചെയ്ത് പോകണ്ട. അപ്പോൾ വേഗം പണികൾ ഒരുക്കി കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. അപ്പോൾ വേഗം അരിയൊക്കെ കഴുകി നന്നായി വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിയൊക്കെ അടുപ്പത്ത് ഇടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൽ എന്താണ് ഇന്ന് കറി വയ്ക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. സാമ്പാർ ഉണ്ട് ഓൾറെഡി, അപ്പം ഞാൻ വല്ല ഉപ്പേരിയോ എന്തെങ്കിലും വയ്ക്കുക വെച്ചപ്പോഴാണ് മൈൻഡിൽ ബുദ്ധി ഉദിച്ചത്. ചെറിയൊരു ക്യാബേജ് നമുക്ക് സാമ്പാർ കഷ്ണം മേടിക്കണേ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ശരിയെന്നാൽ അത് ഉപ്പേരി വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ചോറൊക്കെ അരിയൊക്കെ അടുപ്പത്തിട്ട് നമ്മൾ ക്യാബേജൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ക്യാബേജ് ഞാൻ എന്താ വെച്ച് ചെറിയൊരു ക്യാബേജാണ്, അതിങ്ങനെ കുറേ നേരം അരിഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് വെച്ച് മുറിച്ചിട്ട് വേഗം നമുക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് എളുപ്പപ്പണിയാണ് കേട്ടോ, നന്നായി കിട്ടുന്നുണ്ട്, ചെറിയ ചെറിയ കുനുകുനാന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ വേഗം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം അത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം ചോപ്പ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൽ തന്നെ തേങ്ങ, പച്ചമുളക്, സവാള, നാളികേരം, ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് ചീഞ്ചട്ടിയിലിടുകയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ അത് ആവിയിൽ വേവിച്ചെടുക്കും. അപ്പോൾ അതാണ് എൻ്റെ ക്യാബേജ് ഉപ്പേരി. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ വിചാരിക്കും സാമ്പാർ ഉപ്പേരി മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ അപ്പോഴാണ് ഞങ്ങളുടെ പാലക്കാടിൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ് കേട്ടോ, മുളക് വറുത്ത പുളി. അപ്പോൾ പിന്നെ അതിനൊരു കോമ്പിനേഷൻ മാന്തളമാണ് കേട്ടോ. എന്നാൽ പിന്നെ അതും കൂടെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഉപ്പേരിക്കുള്ളതൊക്കെ വെക്കാൻ അതെല്ലാം ഞാൻ അതിലൊപ്പം അരിഞ്ഞിട്ടാണ് കേട്ടോ വെക്കുക, വഴറ്റിയിട്ടൊന്നുമല്ല വെക്കുക. അതെല്ലാം ഞാൻ ക്യാബേജ് കൂടെ തന്നെ ഇട്ടിട്ട് തന്നെയാണ് വെക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ, ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പച്ചമുളകൊക്കെ അരിഞ്ഞു, ഈ സവോള, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടി, ഉപ്പ്, തേങ്ങ ഒക്കെ കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ കടുക് പൊട്ടിച്ച് അതിലൊക്കെ, കറിവേപ്പില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ മിക്സ് ചെയ്യാണ് കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഉപ്പൊക്കെ നമ്മളതിൽ ഓൾറെഡി സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ വേഗം പാത്രം അടുപ്പത്ത് ഞാൻ പിന്നെ ഒപ്പം ക്ലീൻ ചെയ്യില്ല, എനിക്കെന്താണെന്ന് അറിയില്ല. അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം കൈ പൊള്ളുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഗ്യാസ് അടുപ്പിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണ ഇതൊക്കെ ഇങ്ങനെ പൊട്ടി കാണുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ ഒപ്പം അവിടെ ക്ലീൻ ചെയ്ത് വിട്ടാൽ അത്രയും പണി അങ്ങോട്ട് മാറി കിട്ടുമല്ലോ. അപ്പോൾ വേഗം ഉപ്പേരിക്ക് കാച്ചാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി അപ്പോഴത്തേക്കും വേറെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഓരോ പണി കാണുമ്പോൾ അത് മാറ്റാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ അത് കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഉണ്ടായിരുന്നത്, അവിടെ 2 ഉണക്കമുളക് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പൊട്ടിച്ചതിലിട്ടു. അപ്പോൾ വേഗം കടുക് പൊട്ടിയിട്ടിട്ടാ ഉണക്കമുളക് ഇട്ട് കഴിഞ്ഞ് നമ്മളിത് ക്യാബേജിന് അതിലിട്ട് ഇളക്കി അവിടെ തീ അപ്പോൾ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം ഉപ്പേരി അടിപ്പിടിക്കുക. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കില്ലല്ലോ, നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ വേഗം നന്നായി മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ച് അവിടെ വെക്കും. പിന്നെയാണ് നമ്മളുടെ ഈ മുളക് വറുത്ത പുളിയുടെ സാധനങ്ങൾ സെറ്റാക്കൽ. അതിപ്പോൾ വേറെ ഒന്നുമല്ല, ചെറിയ ഉള്ളിയും ഈ വെളുത്തുള്ളിയും നന്നായി കുറച്ച് അധികം വേണം കേട്ടോ. എന്നിട്ട് നമ്മളത് ഇങ്ങനെ ഇടികല്ലിൽ വെച്ചിട്ട് ഇടിക്കുക. അപ്പോൾ അതവിടെ സെറ്റാവും. പിന്നെ അതും ഇതുപോലെ കടുക്, ഉലുവ ഒക്കെ പൊട്ടിച്ചതിൻ്റെ ശേഷം ഇത്തിരി പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നു. ഞാൻ പിന്നെ വേഗം ഇത് നേരാക്കി കഴിഞ്ഞപ്പോഴാണ് പുളി വെള്ളത്തിലിട്ട് വയ്ക്കണമല്ലോ എന്ന് ഓർമ്മ വന്നത്. ഞാൻ വളരെ കുറച്ചാണ് വെക്കണുള്ളൂ കേട്ടോ, കാരണം നമുക്കത് ഒരു ദിവസമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളൂ, അങ്ങനെ പിറ്റേ ദിവസത്തേക്കൊന്നും വെക്കാൻ ഇഷ്ടമില്ല, വല്ലപ്പോഴും ആണ് ഇഷ്ടമുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വയ്ക്കുകയാണേ. അപ്പോൾ നമ്മളിത് ഇടികല്ലൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ വേഗം ഒരു തുണി വെച്ചു, കാരണം ടൈലല്ലേ, അതിന് കുത്തുമ്പോൾ ടൈല് മറ്റേ പൊട്ടുമെന്നൊരു പേടി. അപ്പോൾ വേഗം അതിനൊക്കെ അയക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പേരി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ, അടി പിടിക്കാതെ നോക്കണമല്ലോ. അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഉപ്പേരി ഫ്ലോപ്പായി. അപ്പോൾ ഇടയ്ക്ക് അത് വെന്തോ നോക്കി, അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊരു വേറൊരു പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ അങ്ങോട്ട് മാറ്റി പാത്രം കഴുകി വെച്ചാൽ പണികൾ അവിടെ അങ്ങനെ തീർന്ന് പോകും, അല്ലെങ്കിൽ വൈകുന്നേരം വരെ പണിയേണ്ടി വരും.
അപ്പോൾ ഇത് പാത്രത്തേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുളക് വറുത്തപ്പുളി പല രസമല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. നമ്മളത് രസം പറഞ്ഞാൽ അത് തക്കാളിയൊക്കെ ഇട്ടിട്ട് വെക്കണതാണ്. ഇതൊരു തട്ടിക്കൂട്ട് കറി എന്ന് പറയാം. എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന കറി. ഇഷ്ടമാവും ചിലവർക്ക്. ഇപ്പോൾ ചിലപ്പോൾ കഴിക്കാത്തവർക്കും അത് അങ്ങോട്ട് ഇഷ്ടമാവണമെന്നില്ല. ഞാനും ഇവിടെ ഈ നാട്ടിൽ വന്നപ്പോഴാണ് ഇതൊക്കെ കഴിച്ച് തുടങ്ങിയത് കേട്ടോ. കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. അപ്പോൾ നമ്മൾ ഉപ്പേരീനെയൊക്കെ മാറ്റി വെച്ചു. ഇനി നമ്മൾ മുളക് വറുത്തപ്പുളി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിൽ, ചെറുത് വളരെ കുറച്ചേ വെക്കുന്നുള്ളൂ കേട്ടോ. ഞങ്ങളിവിടെ 3 പേരേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് അത് വെക്കുന്നുള്ളൂ കേട്ടോ. നമ്മളത് കടുക്, ഉലുവ അതൊക്കെ ഇട്ട് പൊട്ടിയിട്ട ശേഷം ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് നന്നായി വഴണ്ട് വരുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് പുളി ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. ഇത് തന്നെയാണ് മുളക് വറുത്തപ്പുളി. അതായത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കാനില്ല. ഉപ്പ് നോക്കിക്കഴിഞ്ഞാൽ നന്നായി തിളയ്ക്കണം കേട്ടോ. അപ്പോൾ പിന്നെയാണ് നമ്മുടെ മാന്തൾ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. കാരണം ഇതിന് കോമ്പിനേഷൻ മാന്തൾ വറുത്തത്, ഉണക്ക മാന്തൾ കേട്ടോ. അപ്പോൾ അത് ഞാൻ മാന്തളിനെയൊക്കെ നേരാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനിടയ്ക്ക് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ഊറ്റുകയാണ്. ചോറ് ഊറ്റി കഴിഞ്ഞാൽ ആ ഒരു പണി അവിടെ കഴിഞ്ഞു. അപ്പോൾ ചോറ് ഊറ്റി കഴിഞ്ഞാൽ ആ അടുപ്പിൻ്റെ മേലേക്ക് തന്നെ ഒരു പാത്രം വെള്ളം അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരുന്നോളും. അപ്പോഴാണ് നമ്മൾ അതിന് ശേഷം മാന്തൾ വറക്കാമെന്ന് കരുതിയിട്ടോ. അതേ മാന്തളൊക്കെ വൃത്തിയാക്കി നമ്മളതിൽ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മാന്തൾ വറക്കണതിൽ നമ്മൾ പച്ചമുളകൊക്കെ കീറിയിട്ടുണ്ടെങ്കിൽ മാന്തൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിത് ഉപ്പേരിയും ഒക്കെ അടച്ച് വയ്ക്കണം. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങൊക്കെ അവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുളക് വറുത്തപ്പുളി, മാന്തൾ, ഉപ്പേരി, ചോറ് അതെല്ലാം അവിടെ റെഡിയായി. അതിനൊപ്പം തന്നെ എൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും ഗ്യാസിൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ നമുക്ക് മാങ്ങച്ചാർ, കാരണം മാങ്ങ സീസണൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ച മാങ്ങച്ചാറുണ്ട്. പിന്നെ നമ്മളുടെ ഡെയിലി റൊട്ടീനാണ് ഈ അടിച്ചു വാരുക തുടയ്ക്കുക. അപ്പോൾ അതിനിടയിൽ അടിച്ചു വാരുന്നുണ്ട്. മൊത്തം അടിച്ചു വാരി കഴിഞ്ഞ് തുടച്ചിട്ട് കഴിഞ്ഞാൽ അന്നത്തെ പണികൾ അവിടെ ക്ലീനായി. അപ്പോൾ ഇതെല്ലാം സോഫ സെറ്റ് അതിൻ്റെ അടിയിലൊക്കെ അടിച്ചു വാരാൻ പൊടികളുണ്ടാവും. നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്താലും പൊടികളുണ്ടാവും കേട്ടോ. ഡെയിലി അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒപ്പം തുടച്ചും വന്നു കഴിഞ്ഞാൽ അടിച്ചു വാരി തുടക്കൽ ക്ലീനായി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ കേട്ടോ. ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം മഴക്കാലം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ അടിച്ചുവാരൽ തുടക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.